എമ്പുരാന്റെ റീ എഡിറ്റിംഗിൽ വിമർശനവുമായി രംഗത്ത് വരികയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തൃശൂർ ഭദ്രാസനാധിപൻ. ഗാന്ധിജിയെ വധിച്ചു, ഗുജറാത്തിൽ ആയിരങ്ങളെ കൊന്നു, ബാബറി മസ്ജിദ് തകർത്തു, ഇപ്പോൾ ഒരു സിനിമയെ കൊന്നു. കൊലപാതകങ്ങൾ തുടരുന്നുവെന്ന് ഡോക്ടർ യോഹന്നാൻ മാർ മിലത്തിയോസ് മെത്രാപ്പൊലീത്ത ഫേസ്ബുക്കിൽ പറയും. ശ്യാം പ്രസാദ് ഉത്തമ വിവരങ്ങൾ വേണ്ട. ശ്യാം, കടുത്ത വിമർശനമാണല്ലോ ഉന്നയിക്കുന്നത്. ദിവിഷ തീർച്ചയായിട്ടും തന്നെയാണ്. അതായത് എമ്പുരാൻ സിനിമ അതിൻ്റെ സെൻസറിങ് കൂടുതൽ സെൻസറിങ് നടത്തി കൂടുതൽ അതിൻ്റെ ദൃശ്യങ്ങൾ വെട്ടിമാറ്റുന്നു എന്നറിഞ്ഞതോടുകൂടിയാണ് ഇത്തരത്തിൽ കടുത്ത വിമർശനവുമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യോഹന്നാൻ മാർ മിലത്തിയോസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ സിനിമ ഇത്തരത്തിൽ സെൻസർ ചെയ്തത് അത് ഒരു വിഭാഗത്തെ മാത്രം ഇതാക്കിക്കൊണ്ടാണ് എന്ന തരത്തിലാണ്. അതായത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം പ്രധാനമായിട്ടും പങ്കുവെക്കുന്നത് ഗാന്ധിജിയെ വധിച്ചു, ഗുജറാത്തിൽ ആയിരങ്ങളെ കൊന്നു, ബാബറി മസ്ജിദ് തകർത്തു, ഇപ്പോൾ ഒരു സിനിമയെ കൊന്നു, കൊലപാതകങ്ങൾ തുടരുന്നു എന്നതാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ സിനിമ ഇപ്പോൾ കൂടുതൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ വെട്ടിമാറ്റിയതോടുകൂടി അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ഇത്രയും കടുത്ത വിമർശനങ്ങളാണല്ലോ ഓരോ വാക്കും എടുത്തു പറഞ്ഞല്ലോ, ഓരോ വാക്കും കുറിക്കുകൊള്ളുന്നത് എന്ന നിലയ്ക്ക് വളരെ ഷാർപ്പായി, വളരെ പൊളിറ്റിക്കലായി ഒരു സാമുദായിക നേതാവിന്റെ ഭാഗത്തു നിന്ന്, ഒരു പുരോഹിതന്റെ ഭാഗത്തു നിന്ന് ഒരു വിമർശനം അത്ര സാധാരണമല്ല. അതിനെതിരെ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകാം. ആ പോസ്റ്റിന് കീഴിൽ സ്വാഭാവികമായും വലിയ രാഷ്ട്രീയാധിക്ഷേപങ്ങൾ എന്തുമുണ്ടാകാം. അപ്പോൾ അതൊക്കെ നേരിടാൻ കൂടി തയ്യാറാണ് എന്ന് പറഞ്ഞ് അണിചേരുകയാണ്. അങ്ങനെ ഒരു തീരുമാനം കൂടി തുറന്ന് പ്രഖ്യാപിക്കുകയാണ് ശ്യാം. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അത്തരത്തിൽ അതായത് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സിനിമയുടെ ഇതിന് ഐക്യദാർഢ്യം എന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ, അതായത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം നേരത്തെയും ഇത്തരത്തിൽ പലതരത്തിൽ നാം നേരിട്ടിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ കടന്നുകയറ്റം, ആ കടന്നുകയറ്റത്തിന് സിനിമയ്ക്കൊപ്പം എന്ന ഒരു ഐക്യദാർഢ്യം തന്നെയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്.